മുസ്ലിം സമുദായത്തിനും ജിഫ്രി തങ്ങൾക്കുമെതിരെ RB ബാബു എന്ന് പറയുന്ന വിഷജീവിയുടെ ഒരു പരാമർശം കഴിഞ്ഞ ദിവസം നടത്തി. അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. ഇപ്പം RB വിഷയത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസും ഇതൊന്നും ഇവർക്കൊരു പുത്തിരിയല്ലോ, ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ മറ്റു സമുദായങ്ങളെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയാന്നുള്ളത്. ഇപ്പൊ ഈ ജിഫ്രി തങ്ങളായാലും AP അബൂബക്കർ മുസ്ലിയാരായാലും അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു മുസ്ലിം പണ്ഡിതന്മാരായാലും അവരാരും ഒരു മതത്തെക്കുറിച്ചോ അവരുടെ മതവിശ്വാസങ്ങളെക്കുറിച്ചോ അവരുടെ മത നേതാക്കളെ കുറിച്ചിട്ടോ ഒന്നും ഒരു തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഇന്ന് വരെ ഒരു മുസ്ലിം മത പണ്ഡിതന്മാരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല. പല വ്യാജ കേസിലും കള്ളക്കേസിലൊക്കെ കൊടുക്കുക എന്നല്ലാതെ നേരാവണ്ണം ഇവന്മാർക്ക് ഒന്നും ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ തങ്ങന്മാരായാലും ഈ മുസ്ലിം മത പണ്ഡിതന്മാരായാലും അവരിന്ന് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ കണ്ടിട്ട് കുരുപൊട്ടുന്ന ആൾക്കാരാണ് ഇവർ. കാരണം ഇവർ നാഴികയ്ക്ക് 40 വട്ടം പറയും ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയും. ശബരിമലയിലെ കൊള്ള നടന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം വന്നു കിടന്ന് അങ്ങ് കരഞ്ഞു മെഴുകിയായിരുന്നു. ഇപ്പം രാമന്റെ ക്ഷേത്രത്തിൽ നിന്ന് 60 കിലോ വെള്ളിയും 200 കോടിക്ക് മുകളിൽ പണവും കട്ട് കൊണ്ടുപോയിട്ട് ഒരുത്തനുമില്ല ചോദിക്കും. ഒരു ഓട്ടോ ഓടിക്കുന്നവന് ആസ്തി 50 കോടിയാണ്. ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഇവർക്ക് വയ്യ. കാരണം ഇവരെല്ലാം ഉറക്കത്തില്ല. നമ്മുടെ ചേച്ചിയൊക്കെ പണ്ടേ ഉറങ്ങി, ഇന്നലെ ഒന്ന് ഉണർന്നായിരുന്നു, പിന്നെ വീണ്ടും ഉറങ്ങിയില്ലെന്ന് അറിയത്തില്ല. അപ്പൊ എന്തായാലും ഈ വേട്ടാവളിയനെതിരെ പോലീസ് കേസെടുത്തത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ പാലക്കൽ വടയക്ഷി അമ്മായിക്ക് കുരുപൊട്ടി. അവളെന്തോ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണുന്നതിന് മുമ്പ് രസകരമായിട്ടുള്ള മറ്റൊരു വാർത്തയും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിലൊന്ന് പെടുത്താം. ആരും ഇതൊന്നും കേട്ടിട്ട് ചിരിക്കരുത് കേട്ടോ. നമ്മുടെ ഐഫോൺ ഉണ്ടല്ലോ, ആ ഐഫോണിനകത്ത് ഒരു വേട്ടാവളിയൻ സംഖ്യ വന്നിട്ട് ആപ്പിൾ സിരിയിൽ സലാം മടക്കുന്നു, ജയ് ശ്രീറാം വിളിക്കുന്നില്ല, ആപ്പിളിനെതിരെ ജിഹാദി ആരോപണവുമായി ഹിന്ദുത്വവാദികൾ. സത്യം പറയാം, ഇതാണ് ഒരു സംഖ്യ എന്നുള്ളത്. നമ്മുടെ രാജ്യത്തെ ഇത്രയധികം അപമാനിക്കുകയും നമ്മുടെ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ തല കുനിപ്പിക്കാൻ വെക്കുന്നതും ഇവളെ വൃത്തികെട്ട ഊളകളാണ്. ഇവർ ചേച്ചി എന്താണ് പറയുന്നതെന്ന് കേൾക്കണ്ടേ? ശ്രദ്ധിച്ച് കേട്ടോണം. കേട്ടിട്ട് ഇതിനുള്ളൊരു മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെ കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ RB ബാബുവിനെതിരെ ഒരു സോഷ്യൽ മീഡിയയിൽ പരാതി പോയിട്ടുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരെ പറ്റിയിട്ട് എന്തോ മോശമായിട്ടുള്ള പരാമർശം നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് ബാബുവിനെതിരെ പരാതി കൊടുത്തത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, സ്ഥിരമായിട്ട് ഇങ്ങനെ 2-3 ആൾക്കാര്, അതായത് ഒരു അൻസാരി തങ്ങള്, അൻസാരി തങ്ങളാണല്ലോ, എനിക്കത് ഉസ്താദാന്ന് തോന്നുന്നു, ഉസ്താദ്, അതുപോലെ തന്നെ കുറെ ഈ മുസ്ലിംസിലെ ആൾക്കാരൊക്കെ അതായത് RSSകാർ വളരെ മോശമായിട്ട് പദപ്രയോഗം പ്രയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ശശികല ടീച്ചർ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, അല്ലെങ്കിൽ ബാബോട്ടനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇവരെയൊക്കെ വളരെ മോശമായിട്ട് കമന്റിലൂടെ വന്നിട്ട് തെറി അഭിഷേകം നടത്തുന്നതിനെതിരെ ആർക്കും ഒരു പരാതിയും ഇല്ലേ? ഞങ്ങളൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്താ കൊണ്ടാ സ്വീകരിക്കാത്തത്? അത് സതീശേട്ടൻ അല്ലെ, പൂക്കി മുഖ്യമന്ത്രി, അതായത് മുസ്ലിം ലീഗിന്റെ സ്വന്തമായിട്ടുള്ളൊരു മന്ത്രി എന്ന് തന്നെ പറയാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഒന്നും കേസൊന്നും ഇവരെടുക്കാത്തത്. എന്ത് തന്നെ ആയാലും ബാബുവിന് നല്ല രീതിയിൽ സപ്പോർട്ട്. കാരണം ഒരു കാര്യം അത് സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിച്ചതുകൊണ്ട് അവർക്കെതിരെ കേസ്. അവരെ വായ അടപ്പിക്കാവുന്നതിലെ നിങ്ങളെ വ്യാമോഹം അത് വെറും വായിലിരിക്കട്ടെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും അങ്ങനെ ഇങ്ങോട്ട് പറയുന്നത് നിർത്തുക. ഇങ്ങനെ അങ്ങോട്ട് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് അത് പിടിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ഇങ്ങോട്ടും പറയാൻ നിൽക്കരുത്. നിങ്ങൾ എത്ര വൃത്തികേട് പറയുന്നുണ്ട് ഓരോ ദിവസം. ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ തന്നെ എന്ത് വൃത്തികേടൊക്കെ നിങ്ങൾ കമന്റിലൂടെ പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾക്ക് ബാധകല്ലേ? അപ്പൊ ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ബാധകാവൂ. ഇന്ന് രാവിലെ എനിക്ക് ഒരാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നിന്നെ തട്ടിക്കളയും, നിന്നെ അങ്ങനെയാക്കി കളയും, നിന്നെ ഇങ്ങനെയാക്കി കളയും, നീ മുസ്ലിംസിനെതിരെ പറയുന്നു. ഞാൻ ഏത് മുസ്ലിംസിനെതിരെയാണ് ഞാൻ പറഞ്ഞത്? ആരെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് ഇങ്ങോട്ട് സംസാരിച്ച് വൃത്തികെട്ട രീതിയിൽ പറയുന്ന ആൾക്കാരോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഒരു മുസ്ലിമും എന്റെ ശത്രുവല്ല. എന്നെ ഇങ്ങനെ വൃത്തികേട് പറയുന്നു, ഞാൻ തിരിച്ചും നേരെ അങ്ങോട്ട് പറയും. അതുപോലെ തന്നെ നമ്മൾക്കിപ്പം പ്രതികരിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ അതിന് ഞാൻ ഇടപെടുന്നുണ്ട്. അത് ഇടപെടുന്നതിനെ കൊണ്ട് എന്താ പ്രശ്നം? അതല്ല ഇവിടെ ഉണ്ടാകുന്ന വിഷയം, അതൊന്നുമല്ല. നിങ്ങൾക്ക് തലമൂത്ത ഭ്രാന്തന്മാര്, മതം തലക്ക് പിടിച്ച ഭ്രാന്തന്മാര്, അവരാണ് ഇതിൽ വന്നിട്ട് കമന്റ് ഇടുന്നത്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. അവരോട് നമസ്കാരം, അത്രയേ ഉള്ളൂ. നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ പറയാ ലസിത മതേതരത്വം പറഞ്ഞു, ലസിത വർഗീയത പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പറയൂ. നിങ്ങൾ ഒരിക്കലും നന്നാവാനോട്ട് പോന്നുമില്ല. കാരണം എനിക്ക് ഇന്ന് എന്റെ ഇൻബോക്സിന്റെ അകത്ത് നിറച്ചും ഭീഷണി സ്വരങ്ങളാണ്.
ലസിതേനെ തട്ടിക്കളി, ലസിതേനെ അങ്ങനെയാക്കി കളി, ഇങ്ങനെയാക്കി. എന്തു പോയി? ആർക്ക് പോയി? എനിക്കോ? പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, മനസ്സിലായിനോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ ശുഭരാത്രി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ലെവളോട് ചോദിക്കുക മനസ്സിലായോ എന്ന്. അപ്പൊ ലെവള് പറഞ്ഞു തരും. ഞാൻ പറയുന്നത് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതെന്നുള്ളത്. സത്യം പറയാമല്ലോ, ഈ അവൾ എന്തൊക്കെയാണ് ഈ ഇരുന്നോണ്ട് പൊലമ്പുന്നത്. RB ബാബു, വിശകല, പിന്നെ ഞാൻ, ഇവരെല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി വലിയ സേവനം ചെയ്തിട്ടുള്ള ആൾക്കാരാണല്ലോ. ജിഫ്രി തങ്ങൾക്കെതിരെയും ഇവിടുത്തെ സമുദായത്തിനെതിരെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ വർഗീയ പരാമർശമാണ് ഈ വേട്ടാവളിയൻ RB ബാബു എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ കുറെ നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനെതിരെ സ്വാഭാവികമായിട്ടൊരു കേസ് വന്നു. കേസ് വന്നപ്പോൾ ചേച്ചിക്ക് അങ്ങോട്ട് സൂചിച്ചില്ല. കാരണം മുഖ്യമന്ത്രി മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗ് പറയുന്നതൊക്കെ ഈ മുഖ്യമന്ത്രി കേൾക്കത്തുള്ളൂ. എൻ്റെ പൊന്നമ്മച്ചി, നാക്ക് നന്നായിട്ട് വടിക്കണം. എന്താണ് പറയുന്നത് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇത് ഏത് ഭാഷയാണെന്ന് പോലും സത്യം പറഞ്ഞാൽ പിടികിട്ടുന്നില്ല. എന്തൊരു ഐറ്റമാണപ്പോൾ ഇത് എവിടുന്ന് വന്നത്? എന്താണേലും ഹൈന്ദവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാനും പോരാടാനും ഇവരെ പോലെ വേറെ ആരുമില്ല കേട്ടോ. ഇവരൊക്കെ വളരെ തങ്കമാന മനസ്സിനുടമകളാണ്. RB ബാബു ആണെങ്കിലും വിശകലയാണെങ്കിലും ചേച്ചിയാണെങ്കിലും പിന്നെ നമ്മുടെ വത്സൻ തെല്ലങ്കേരി മാമനൊക്കെ ഉണ്ടല്ലോ. ഇവരെല്ലാം നമുക്ക് വേണം. ഇവരെല്ലാം നമ്മുടെ നാടിന് ആവശ്യമാണ്. ഒരു പാവം മനുഷ്യൻ, നാരായണേട്ടൻ എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ മരണപ്പെട്ടിട്ട് ആ സഹോദരൻ്റെ ബോഡി ഏറ്റുവാങ്ങാൻ കുടുംബക്കാരും ഇല്ല, ഈ പറഞ്ഞ സേവാഭാരതിയും ഇല്ല, RSSും ഇല്ല. ഇവരൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു സഹോദരി, ഒരു മുസ്ലിം സഹോദരി അത് ഏറ്റെടുത്ത് അവളുടെ കർമ്മങ്ങൾ നടത്തിയപ്പോഴത്തേക്ക് ഊത്തലെടുത്ത് കുരുപൊട്ടി സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പോസ്റ്റ് ഇട്ട് അവസാനം ഇവിടുത്തെ ഹൈന്ദവ മത വിശ്വാസികൾ തന്നെ അടിച്ചവൻ്റെയൊക്കെ അണ്ണാക്കി കയറ്റി കൊടുത്തപ്പോഴാണ് ഇവന്മാർക്ക് തലയ്ക്കകത്ത് വെളിവ് വീണത്. നമ്മൾ പറയുന്നതൊന്നും ഇവർ അംഗീകരിക്കുന്നില്ല. നമ്മൾ ആർക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് അവർ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളൊരു ബോധം ഇവർക്കൊക്കെ ഉണ്ടായി. സത്യത്തിൽ എൻ്റെ പൊന്ന് പാലയ്ക്കമ്മായി, നിന്നെ എങ്ങനെ അയാൾ സഹിക്കുന്നു? രണ്ടാമത്തെ ആണെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, അത് പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അപ്പം ആദ്യത്തത് ഇവളുടെ ഈ ശല്യം കൊണ്ടാകാണ്ട് ഇട്ടിട്ട് പോയി. രണ്ടാമത് വേറെ ഏതോ ഒരുത്തനെ കെട്ടിയിട്ട് ഇപ്പം ചേച്ചി ഇതാ പരിപാടി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട്, ഇങ്ങനെ വന്നിരുന്നുണ്ട് കോണയടിക്കുക. ഈ കോണ നമ്മളിങ്ങനെ കേട്ടിട്ട് മിണ്ടാതിരിക്കണമെന്നാണ് പറയണത്. നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മളതിന് മറുപടി പറയുമല്ലോ അല്ലേ? നമ്മളത് മറുപടി പറയുമ്പോഴത്തേക്ക് അത് ഹിന്ദുക്കൾക്കെതിരെയുള്ള മറുപടി. ഇവിടുത്തെ ഹൈന്ദവരെന്ന് പറയുന്നത് മുഴുവൻ RSSകാരും BJPക്കാരും അല്ല അമ്മച്ചി. അതുകൊണ്ടാണ് അമ്മച്ചി നിങ്ങളെന്ന് അവർ അംഗീകരിക്കാത്തത്. എന്തായാലും നമ്മുടെ പുന്നാരമ്മായിയുടെ ഈ ഗുണവതാര നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ആ വാവോട്ടൻ്റെ വാടപ്പിക്കാനും നിങ്ങളെ കൊണ്ടുവരുന്നില്ല. വാവോട്ടൻ്റെ വാടപ്പിക്കാൻ വാവോട്ടനെ ജനിപ്പിച്ച അച്ഛനെ കൊണ്ടുപോലും സാധിക്കത്തില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ പറയേണ്ടവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടിരിക്കും, കൊടുക്കേണ്ടത് കൃത്യസമയത്ത് കൊടുത്തോണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് കറക്റ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.